ഹലോ പനക്കത്തിയാന്നേ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ മൈ ഓണം കിച്ചൺ സീരീസിൽ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്താ തയ്യാറാക്കണമെന്നറിയോ? അപ്പോൾ ഇന്നലെ നമ്മൾ തയ്യാറാക്കിയത് എന്താണെന്നറിയോ? ഇന്നലെ നമ്മൾ തയ്യാറാക്കിയത് സാമ്പാറായിരുന്നു. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവിയലാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അവിയൽ. അപ്പോൾ അതെങ്ങനെ തയ്യാറാന്നൊക്കെ നോക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പം അവിയലിൻ്റെ കഷ്ണങ്ങൾ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നീളത്തിൽ അരിയണം, അതേപോലെ തന്നെ കനം കുറച്ചും അരിയണം. പച്ചക്കറികൾക്ക് എല്ലാത്തിനും വ്യത്യസ്ത വേവായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപോലെ അരിഞ്ഞില്ലെങ്കിൽ അവിയൽ വെന്ത് കിട്ടില്ല. അപ്പം ഇതേപോലെ നീളത്തിൽ വേണം എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞെടുക്കാൻ. അപ്പം ഞാൻ ഇതെല്ലാ കഷ്ണങ്ങളും ഒന്ന് ആദ്യം തന്നെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ചട്ടി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ നമുക്ക് ഇതിലോട്ട് ചേർന്ന് കൊടുക്കാം. എല്ലാം നീളത്തിൽ അരിയണമെന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ പച്ചക്കറികളാണോ അതെല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൈവശമുള്ള പച്ചക്കറികളെല്ലാം തന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഇത് ചിലർ കുക്കറിലും വേവിക്കാറുണ്ട്, എന്നാൽ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം ചേർത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കൈവച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തത്തിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു വാഴലയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വാഴല വെച്ച് കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പീരയും പച്ചമുളകും 2-3 കുഞ്ഞുള്ളിയും ഒപ്പം കുറച്ച് ജീരകവും അല്പം മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഒരു രീതിയിലാണ് നമുക്കിത് അരച്ച് കിട്ടേണ്ടത്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറികളെല്ലാം തന്നെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിത് ഇളക്കുന്നില്ല. ഇതുപോലെ ഒന്ന് എല്ലാ പച്ചക്കറികളും ആ അരപ്പിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇതൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ അരപ്പൊക്കെ ഒന്ന് ഇതിലോട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു അല്പം തൈര് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് ഈ തൈര് ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു അവിയൽ നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇതുപോലെ ഒരു അവിയൽ നിങ്ങൾ തീർച്ചയായും വെച്ച് നോക്കുക. അപ്പോൾ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം. അപ്പം ഇതിലും വ്യത്യസ്തമായ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടാറ്റ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.